പാലക്കാട്ടെ വണ്ടിത്താവളത്ത് ഒരു വീട്ടിൽ മദ്യവിൽപ്പന ശ്രദ്ധയിൽപ്പെട്ടിട്ടും ചെറുവിരൽ അനക്കാതെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. കുട്ടികൾ ഉൾപ്പെടെ ഇവിടെ എത്തുന്നുവെന്ന് നാട്ടുകാർ ഇത് കാണിച്ച പരാതി കൊടുത്തു. പക്ഷേ നടപടി ഉണ്ടായില്ല. ഈ വീട്ടിനുള്ളിൽ വീട്ടുകാർ നടത്തുന്ന ബാർ. 24 എക്സ്ക്ലൂസീവ്. അത്തിമണിയിലെ ഒരു വീട്ടിൽ വെച്ച് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സുലഭമായി മദ്യം വിൽപ്പന നടത്തുന്നു. പ്രായമോ ഗുണനിലവാരമോ ഒന്നും പ്രശ്നമല്ല. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ഈ വിഷയം അന്വേഷിക്കാൻ അത്തിമണിയിലേക്ക് എത്തുകയാണ് 24 സംഘം. മദ്യവിൽപ്പന നടക്കുന്ന വീടിന് പരിസരത്തേക്ക് എത്തുമ്പോൾ തന്നെ ചുറ്റിലും നിരീക്ഷിക്കാൻ ആളുകൾ. ഹാൾ മാതൃകയിലുള്ള മുറിയിലാണ് വീട്ടിലെ ബാർ. ഒരൊളിയും മറയുമില്ലാതെ മദ്യം 24 മണിക്കൂറും ലഭ്യം. അനുഭവസ്ഥർ ഒരു കാര്യം തറപ്പിച്ചു പറയുന്നു. ഇവിടെ കിട്ടുന്നത് വീര്യം കൂടിയ ഇനമാണ്. ഒരിക്കൽ വന്നവരെ വീണ്ടും വരുത്താൻ കലർപ്പിന്റെ കള്ളത്തരമുണ്ടെന്ന് സംശയിക്കുന്നവരാണ് സമീപവാസികൾ. ഞങ്ങൾ എത്തുമ്പോഴും നിരവധി പേർ വീട്ടിലെ ബാറിൽ കഴിക്കാനെത്തുന്നു. കയ്യിൽ കാശുണ്ടെങ്കിൽ ഏതു പ്രായക്കാർക്കും വേണ്ടത് കിട്ടും. നാട്ടുകാർ പലതവണ പരാതി നൽകിയിട്ടും എക്സൈസ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ആക്ഷേപം. ഇതേതായാലും അറിയേണ്ടവർ അറിഞ്ഞു നടത്തുന്ന കച്ചവടമാണെന്ന് സംശയിക്കുകയാണ് നാട്ടുകാർ. ഒരു ഭയാശങ്കയുമില്ലാതെ വീട്ടിൽ നിന്ന് യഥേഷ്ടം നൽകുന്ന ഈ മദ്യത്തിന് വീര്യം കൂടാൻ എന്തായിരിക്കും കലർത്തി നൽകുന്നുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും എക്സൈസ് ഉദ്യോഗസ്ഥർ ഈ വീട്ടിലേക്കൊന്ന് എത്തി നോക്കുക പോലും ചെയ്യാത്തത്? ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ് ഇനി ലഭിക്കേണ്ടത്. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് നിഖിൽ പ്രമേഷ്. നിഖിൽ പ്രമേഷ്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ബാർ വീട്ടിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത്? കാര്യം നാട്ടുകാരൊക്കെ പരാതി കൊടുത്തിട്ടും എക്സൈസ് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുന്നു. അതിൽ എത്രമാത്രം കഴമ്പുണ്ട് നമ്മുടെ അന്വേഷണത്തിൽ? ഗുഡ് മോർണിംഗ്. നമുക്കും വലിയ അത്ഭുതം തോന്നുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും നിർബാധം ഒരു വീടിനുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു ബാർ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നു. വരുന്നവർക്കും പോകുന്നവർക്കുമെല്ലാം അവിടെ കയറി, പ്രായം പ്രശ്നമല്ല, മദ്യത്തിന്റെ ഇനം പ്രശ്നമല്ല, ഇതൊന്നും വിഷയമല്ല. നേരെ കയറി ചെല്ലുക, പണമുണ്ടെങ്കിൽ പണം നൽകി മദ്യം കഴിച്ച് അവർക്ക് മടങ്ങിപ്പോകാം. ഒരു വനിതയാണ് ഇത് നടത്തുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടു. സത്യത്തിൽ ഇത് വളരെയധികം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. പ്രദേശവാസികളടക്കം നിരന്തരം പരാതി നൽകിയിട്ടും ചെറുവിരൽ അനക്കാൻ എക്സൈസ് വകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് മുന്നിലേക്ക് നമ്മൾ ഈ വാർത്ത വയ്ക്കുകയാണ്. ജില്ലക്കാരൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് മുന്നിലേക്ക് നമ്മൾ ഈ വാർത്ത വയ്ക്കുകയാണ്. അടിയന്തരമായിട്ടുള്ള ഒരു പരിഹാരം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ കണ്ടതാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞ ദിവസം നടി മഞ്ജു വാര്യരുടെ വാഹനം പോലും പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടതാണ്. ആ തരത്തിൽ വളരെ ജാഗരൂകരായിക്കൊണ്ടാണ് ആളുകൾ മുന്നോട്ട് പോകുന്നത്, ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. ഒരിടത്തും ഇത്തരത്തിലുള്ള അനധികൃത മദ്യലഭ്യതയോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാകരുതെന്നുള്ള കർശന നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വീട്ടിൽ മാസങ്ങളായി ഇത് നടത്തുന്നത് എന്നുള്ളത് ഓർക്കണം. അപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത് കൃത്യമായ ബന്ധങ്ങൾ ഇവർക്ക് എക്സൈസ് വകുപ്പിലും മറ്റുമുണ്ട്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ പരിശോധനയ്ക്ക് വേണ്ടി ഈ വീട് എന്നല്ല ഈ വീടിന്റെ 7 അയലത്തേക്ക് വന്നാൽ അവർക്ക് കൃത്യമായ നിർദ്ദേശം നൽകാൻ അവിടെ ആളുകളുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ നിർബാധം പ്രവർത്തിക്കാൻ കഴിയുന്നത്. ഇത് വലിയ ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യം ഉറപ്പാണ് സ്കെയിൻ. കാരണം ഇവിടെ നിന്ന് മദ്യം കഴിച്ചവർ തന്നെ സ്ഥിരീകരിക്കുന്ന കാര്യമുണ്ട്. പുറത്തുനിന്ന് നമ്മൾ ബിവറേജിൽ നിന്നോ മറ്റോ വാങ്ങുന്ന മദ്യമല്ല ഇത് വീര്യം കൂടിയ ഇനമാണ്. അങ്ങനെ വീര്യം കൂടാൻ വേണ്ടി എന്താണ് ഇവിടെ അങ്ങനെ വീര്യം കൂടാൻ ചേർക്കുന്ന ചേരുവ ഉൾപ്പെട്ട് കഴിയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്? നമ്മൾ ഓർക്കണം പാലക്കാട് തന്നെ ഉണ്ടായിട്ടുള്ള വിഷമദ്യ ദുരന്തങ്ങളെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെ വഴിയൊരുക്കുന്നതാണ് ഈ അനധികൃത മദ്യവിൽപ്പന എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ആ വീട്ടിലെത്തുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരു തരത്തിലുള്ള ഭാവഭേദങ്ങളോ അല്ലെങ്കിൽ വലിയ ആശങ്കയോ ഒന്നുമില്ലാതെ ഒരു മറയിലല്ല ഈ കച്ചവടം നടക്കുന്നത്. ആ വീടിന്റെ പുറകിൽ തുറന്നിട്ടൊരു ഹാളിൽ, വിശാലമായ ഒരു ഹാളിൽ ആളുകൾ വരുന്നു, കഴിക്കുന്നു, പോകുന്നു, പണം നൽകുന്നു. അങ്ങനെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ 18 വയസ്സ് പൂർത്തിയായ ആളുകളാണോ വരുന്നത്, അതിന് താഴെയുള്ള ആളുകളാണോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആളുകളാണോ, അങ്ങനെയുള്ള ഒരു വ്യത്യാസവുമില്ല. പണമുള്ള ആർക്കും ഇവിടെ വന്ന് മദ്യം സേവിക്കാം, മടങ്ങിപ്പോകാം. ഒരു തരത്തിലുള്ള നടപടിയും എക്സൈസ് വകുപ്പ് സ്വീകരിക്കുന്നില്ല. നമ്മൾ അടിയന്തരമായി എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് ഈ വാർത്ത വെക്കുകയാണ്. അവിടെ റെയ്ഡ് നടത്തണം, അവിടെ പരിശോധനകൾ നടത്തണം, അവിടെ അനധികൃത മദ്യം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കണം. ഇത് നടത്തുന്ന ആളുകളെ നമ്മൾ ദൃശ്യങ്ങൾ സഹിതമാണ് ഈ വാർത്ത മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ്. കാരണം തെരഞ്ഞെടുപ്പ് അടുപ്പിച്ച് സംസ്ഥാനത്തുടനീളം പരിശോധനകൾ വ്യാപകമാണ്, രാജ്യത്തുടനീളം പരിശോധനകൾ വ്യാപകമാണ്. എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള സെന്ററുകൾ, കേന്ദ്ര
വിവരങ്ങളുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ പിടികൂടുന്നു. അത്തരത്തിലുള്ള നടപടികളൊക്കെ സജീവമായിരിക്കുകയാണ് ഒരു വീട്ടിൽ, നമ്മുടെ പാലക്കാട് ഒരു വീട്ടിൽ വെച്ച് ഇത്തരത്തിലുള്ള മദ്യവിൽപ്പന നടത്തുന്നത്. അതിനെതിരെ ഒരു ചെറുവിരൽ പോലും എക്സൈസ് വകുപ്പ് അനക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുരൂഹം. നാട്ടുകാർ തന്നെ പറയുന്ന കാര്യമുണ്ട്, ഇതിന്റെ നടത്തിപ്പുകാരിയായ വനിതയ്ക്ക് എക്സൈസ് ഉദ്യോഗസ്ഥരൊക്കെയായി അടുത്ത ബന്ധമുണ്ട്, അതുകൊണ്ടാണ് അവരെ തൊടാത്തത് അല്ലെങ്കിൽ അവർക്ക് ഒരു നടപടിയും സ്വീകരിക്കാത്തത് എന്നുള്ളതാണ്. എന്തായാലും ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ വീട്ടിൽ നിന്ന് നൽകുന്ന മദ്യം അത് വളരെയധികം വീര്യം കൂടിയതാണ്. വീര്യം കൂടാൻ വേണ്ടി എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നറിയില്ല. ഒരു പക്ഷേ നാളെ ഒരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന് നമ്മൾ ആശങ്കപ്പെടുക കൂടിയാണ്. എസ്കേൻ. ഓക്കെ, താങ്ക് യു. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഒരു നടുക്കുന്ന വാർത്തയുമായിട്ടാണ് നിഖിൽ പ്രമേഷ് ഈ പ്രഭാതത്തിൽ നമ്മളെ തേടി വന്നത്. ഒരു വീടിനുള്ളിൽ തന്നെ ബാർ നടത്തുന്നു, എന്നാൽ പരാതി ലഭിച്ചിട്ടും ഒരു കാരണവശാലും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാർ ഇതിൽ ഇടപെടുന്നില്ല. ഈ കാര്യത്തിൽ അടിയന്തരമായ ശ്രദ്ധ പതിഞ്ഞു കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു.